നമസ്കാരം. കാശിയിൽ ഗംഗാ ആരതിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ സമാധാനത്തിനും സമൃദ്ധിക്കും ക്ഷേമത്തിനുമായി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ ചുമതലയേറ്റ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ ആദ്യ സന്ദർശനമാണിത്. തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി മോദി പറഞ്ഞു. കാശിയിലെ ജനങ്ങൾ എംപിയെ മാത്രമല്ല തിരഞ്ഞെടുത്തത്, അവർ പ്രധാനമന്ത്രിയെ കൂടിയാണ് തിരഞ്ഞെടുത്തതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഗംഗാ ആരതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും പങ്കെടുത്തു. വാരണാസിയിലെത്തിയ മോദി കിസാൻ സമ്മാൻ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്തു. പരിപാടിയിൽ PM കിസാൻ പദ്ധതിയുടെ 17ാം ഗഡുവും വിതരണം ചെയ്തു. 9.26 കോടിയിലധികം കർഷകർക്ക് 20,000 കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ചടങ്ങിൽ ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവർ പങ്കെടുത്തു. 732 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ, 1,00,000-ലധികം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, രാജ്യത്ത് ഉടനീളമുള്ള 5 ലക്ഷം പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 2.5 കോടിയിലധികം കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജനാധിപത്യ രാജ്യങ്ങളിൽ അപൂർവമായി മാത്രമാണ് ഒരേ സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരിക. ഇത്തവണ ചരിത്ര തീരുമാനമാണ് ഇന്ത്യയിൽ ജനങ്ങൾ സ്വീകരിച്ചത്. 60 വർഷം മുമ്പായിരുന്നു ഇന്ത്യയിൽ ഇതുപോലൊരു നിമിത്തമുണ്ടായത്. അതിനുശേഷം ഒരു സർക്കാരിനും ഹാട്രിക് നേട്ടം ഇതുപോലെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കിസാൻ മീറ്റ് വേദിയിൽ പ്രധാനമന്ത്രി മോദി 21 കർഷകരെ നേരിട്ട് കാണുമെന്ന്, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ കാണുമെന്നും മുതിർന്ന BJP നേതാവ് പറഞ്ഞു. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും കർഷകരെ അഭിസംബോധന ചെയ്യും. ഹർ ഹർ മഹാദേവ് എന്ന മുദ്രാവാക്യം വിളിച്ച് പ്രധാനമന്ത്രി മോദിയെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുമെന്ന് കാശി മേഖല BJP അധ്യക്ഷൻ ദിലീപ് പട്ടേൽ പറഞ്ഞു. ദൂരെ ഗ്രാമങ്ങളിൽ നിന്നുള്ള കർഷകർ ബസ്സുകളിലും ട്രക്കുകളിലും 4 ചക്രങ്ങളിലും കിസാൻ സമ്മേളനത്തിൽ എത്തുമ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർ ഡ്രമ്മുമായി കാൽനടയായി കിസാൻ സമ്മേളനത്തിൽ പങ്കുചേരും. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ കർഷകരും സ്ത്രീകളും യുവാക്കളും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അവരുടെ ശാക്തീകരണത്തിന് തുടക്കമിട്ടതാണ് തന്റെ സർക്കാർ മൂന്നാം ഊഴം ആരംഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ നെടുംതൂണുകളായി കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയുമാണ് ഞാൻ കണക്കാക്കുന്നത്. അവരുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നുണ്ട്. സർക്കാർ രൂപീകരിച്ച ശേഷം ആദ്യം തന്നെ കർഷകർക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള പദ്ധതികളെയാണ് പ്രധാനമന്ത്രി പ്രാധാന്യം നൽകിയത്. രാജ്യത്തെ കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ശാക്തീകരണം വികസിക്കുന്ന ഭാരതത്തിലേക്ക് നയിക്കുന്നു. 3 കോടി ജനങ്ങൾക്ക് ഭവനങ്ങളും നിർമ്മിച്ചു നൽകും. വാരണാസിയിലെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് 700 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. 20,000 കോടി രൂപയാണ് 17ാമത്തെ ഗഡുവായി കിസാൻ സമ്മാൻ നിധിക്ക് അർഹമായി രാജ്യത്തെ കർഷകർക്ക് വിതരണം ചെയ്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വികസിത് സങ്കല്പ യാത്രയുടെ ഭാഗമായി 1 കോടിയിലേറെ കർഷകർ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്നും സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിലെ എല്ലാ തീൻമേശകളിലും ഇന്ത്യയിൽ നിന്നുള്ള ഒരു പച്ചക്കറിയോ ഫലവർഗ്ഗങ്ങളോ ഉണ്ടാവട്ടെയെന്നും അതിനായി പരിശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി ഒപ്പുവെച്ച ആദ്യ ഫയൽ കിസാൻ സമ്മാൻ നിധി ഫയലിലായിരുന്നു. 732 കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ, 1,00,000-ലധികം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, രാജ്യത്ത് ഉടനീളമുള്ള 5 ലക്ഷം പൊതുസേവന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 2.5 കോടി കർഷകരാണ് പരിപാടിയിൽ പങ്കെടുത്തത്.